നമസ്കാരം. ഞാൻ സാജൻ, ചക്കരയമ്മ സാജൻ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചത് കൊച്ചിയിൽ ഞാൻ താമസിച്ചിരുന്നപ്പോൾ ഉള്ള അനുഭവങ്ങളായിരുന്നു. ഇന്ന് നിങ്ങളത് എൻ്റെ പ്രേക്ഷകരത് എപ്പോൾ കാണുന്നു എന്നുള്ളത് എപ്പോഴായിരിക്കും എന്നെനിക്ക് ഒരു ഏകദേശ രൂപമുണ്ട്. ഇന്ന് 2023 ഡിസംബർ 14 ഈ 2023 ഡിസംബർ 14 എന്നെടുത്ത് പറയാൻ കാരണം, ഇതുപോലൊരു ദിവസം 1961 നവംബർ 14 നമ്മൾക്ക് സുപരിചിതമായ ആരാധിക്കുന്ന ഒരു ശബ്ദം നമുക്ക് കിട്ടി. യേശുദാസിൻ്റെ കാര്യം എടുത്തു പറയാൻ കാരണം, ഞാൻ ഫോർട്ട് കൊച്ചിയിലായിരുന്നു കഴിഞ്ഞ 2 മാസം എന്ന് പറഞ്ഞിരുന്നല്ലോ. ഒരു പുതിയ സിനിമയുടെ ചർച്ചയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. തീർന്നു എന്ന് പറയാം. ഇനിയും ഉണ്ടാവും, കുറച്ച് ആൾട്രേഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ പോകുമ്പോൾ ഞാൻ മുൻപ് ലവ്ലി എന്നൊരു സിനിമ എൻ ശങ്കരൻ നായർ സാർ ഡയറക്റ്റ് ചെയ്ത പടം, അതിൽ മരിച്ചുപോയ സുകുമാരേട്ടനൊക്കെ ആയിരുന്നു അഭിനയിച്ചതിൽ. ഒരു തല രാഗത്തിലെ നായിക രൂപയായിരുന്നു അതിനകത്ത് നായിക. അങ്ങനെ ആ ലവ്ലി എന്നത് ഫോർട്ട് കൊച്ചിയിലായിരുന്നു. ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും കൊച്ചിയിലുമായിരുന്നു ഷൂട്ടിങ്. അന്ന് സമയം കിട്ടുമ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ ദാസേട്ടൻ്റെ വീട് എവിടെയെന്ന് അന്വേഷിച്ച് കാണാൻ പോകുമായിരുന്നു. അപ്പോഴത് പലപ്പോഴും അടഞ്ഞു കിടക്കും. കാരണം ദാസേട്ടൻ അവിടെ ഉണ്ടാവില്ല. ദാസേട്ടൻ അന്ന് മദ്രാസിലെ അഭിരാമപുരത്താണ് താമസിക്കുന്നത് എനിക്കറിയാം. കാരണം നമുക്കുള്ള അനുഭവങ്ങൾ സിനിമാക്കാർ പലരും പല ഭാഗത്തുള്ളതൊക്കെ നമ്മളത് കണ്ടുപിടിച്ച് വയ്ക്കും, പ്രത്യേകിച്ചും ദാസേട്ടനെ പോലുള്ള ആളിനെ കുറിച്ച്. പിന്നീട് ആണ് ദാസേട്ടൻ അമേരിക്കയിൽ മക്കളുമായിട്ടൊക്കെ താമസം അങ്ങോട്ടേക്ക് മാറ്റി. അദ്ദേഹം മക്കളൊക്കെ അവിടെ പഠിച്ചു. പിന്നെ ഇപ്പം തന്നെ സമീപകാലത്ത് നമ്മൾ സിനിമയ്ക്ക് വല്ല പാട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ട്രാക്ക് എടുത്ത് അയച്ചു കൊടുത്താൽ അദ്ദേഹം അവിടെ നിന്ന് പാടി അയച്ചു തരും. മദ്രാസിലൊക്കെ വരുന്നത് ഇപ്പോൾ വളരെ ചുരുങ്ങിയ സമയങ്ങളിലൊക്കെ പുള്ളി വന്ന് പോവുള്ളൂ. കച്ചേരികളൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ വന്നിട്ട് പോകും. അപ്പോൾ ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം, ദാസേട്ടൻ്റെ ആ വീട് ഒന്ന് കാണാനായിട്ട് ഞാൻ ഇങ്ങോട്ട് പോരുന്ന തലേ ദിവസം വീണ്ടും പോയി. ഈ അടുത്ത കാലത്ത് വെച്ചാൽ കഴിഞ്ഞ 1 മാസം ആയില്ല. അപ്പോൾ വീടിൻ്റെ സ്ഥലങ്ങൾ പണ്ട് കണ്ട കൊച്ചി അല്ലല്ലോ ഇപ്പോഴത്തെ കൊച്ചി, ഫോർട്ട് കൊച്ചി. ടൂറിസത്തിന് വളരെ വിജയ സാധ്യതയുള്ള സ്ഥലമാണ്. ഇപ്പോൾ വീണ്ടും കുറച്ച് ഭാഗങ്ങളൊക്കെ മോശമായിട്ട് എടുക്കുമായിരുന്നു. ഇപ്പം വീണ്ടും നവീകരിക്കുന്നു ഞാൻ കേട്ടു. ഇനി ഒന്ന് പോകുമ്പോൾ കാണണം. അങ്ങനെ ഞാൻ എടുത്ത് കുറേ ഷോട്ടുകളൊക്കെ അങ്ങനെ എടുത്തു. മൊബൈലിലാണ് എടുത്തത്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ ജങ്കാർക്ക് എടുത്തല്ലോ, കാണിച്ചല്ലോ. അങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പറഞ്ഞു, ഓട്ടോറിക്ഷക്കാരനെ വിളിക്കാൻ കാരണം അദ്ദേഹത്തിന് സ്ഥലം അറിയാമല്ലോ. ഞാൻ പറഞ്ഞു യേശുദാസിൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇവിടെ ഇല്ല സാർ. ഞാൻ പറഞ്ഞു ഇല്ലയെന്ന് എനിക്കറിയാം, ഞാൻ ആരാണെന്ന് പുള്ളിയോട് പറഞ്ഞില്ല. അദ്ദേഹം ഇവിടെയൊന്നും അല്ല, ഇപ്പോൾ മദ്രാസിലോ അമേരിക്കയിലൊക്കെയാണ്. ഞാൻ പറഞ്ഞു അദ്ദേഹം വീട് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാരോ ആണ് താമസിച്ചിരുന്നത്. ഇപ്പം അതുമല്ല, ബന്ധുക്കളാരോ അത് വിറ്റിട്ട് പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി കുറച്ച് നേരം, സന്ധ്യസമയമാണ്, അവിടെ ലൈറ്റ് പോലും ഇല്ല, ആരുമില്ല. അവിടെ ആരോ ഉണ്ട്, താമസമുണ്ട്, പുതിയ ആൾക്കാരുണ്ട്, പക്ഷേ അവരവിടെ പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കരുതി ഇനി ഒരു ദിവസം വന്നിട്ട് കാണാം എന്ന് കരുതി. അപ്പോൾ ഞാനിങ്ങനെ സത്യം പറയാൻ നമുക്കൊരു വലിയൊരു വിഷമം തോന്നുന്നു. ഇത് ദാസേട്ടനെ പോലൊരു ശതകോടീശ്വരൻ തീർച്ചയായിട്ടും അത് വെക്കേണ്ടി വരില്ല. പുള്ളിക്കാരന് പിന്നെ അവിടെ താമസിക്കാൻ ആളില്ല, മക്കളൊക്കെ വിദേശത്തൊക്കെ പഠിച്ചു വളർന്നുകൊണ്ട് നോക്കാൻ ആളില്ല എന്ന രീതിയിൽ പുള്ളിക്കാരൻ അത് സ്വന്തക്കാർക്ക് വല്ല കൈമാറിയിട്ടുണ്ടാവും, അവരെ വിറ്റിട്ടുണ്ടാവാം. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചിറയൻകീഴ്ക്കാരനാണ്. പിന്നീടുള്ള അഞ്ചലോട്ട് താമസം മാറിയത്. ചിറയൻകീഴ്ക്കാരൻ വെച്ചാൽ ഞങ്ങൾ ബന്ധുമിത്രാദികൾ. ചെറുപ്പകാലത്ത് തന്നെ പ്രേം നസീർ സാറിൻ്റെ വീട് പോയി നോക്കാൻ പോകും. നസീർ സാറെന്ന് മദ്രാസിലെ മഹാലിംഗപുരത്താണ് താമസിക്കുന്നത്, അറിയാം. എങ്കിലും ആ വീടിൻ്റെ പുറകിൽ പോയി നിന്നിട്ട് ആ ഗേറ്റിൽ പിടിച്ചിട്ട് ഏറെ നേരം നിൽക്കും ആ വീട് എന്ന് കാണാനായിട്ട്. പ്രേം നസീർ എന്നുള്ള ഒരു നെയിം ബോർഡ് മാത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇപ്പോഴും ഞാൻ അതുവഴിയെ പോകുമ്പോൾ ആ വീട് നോക്കും, ആരും ഉണ്ടാവില്ല. പ്രേം നസീർ എന്ന ബോർഡ് മാത്രമുണ്ട്. ആ കാലത്ത് ചിറയൻകീഴിലുള്ള ഇരുനില കെട്ടിടം എന്ന് പറയുന്നത് അതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് സത്യത്തിൽ നസീർ സാറിൻ്റെ വീട് നമ്മൾ കാണുന്ന ആരാധന, യേശുദാസിൻ്റെ വീട് കാണുമ്പോഴുള്ള ആരാധന, അതുപോലെ നമ്മൾക്ക് പഴയ കാര്യങ്ങളൊക്കെ ഈ ഫോർട്ട് കൊച്ചിയിൽ പോയപ്പോൾ ഉള്ള അനുഭവം എന്ന് പറഞ്ഞാൽ പഴയ ഡച്ചുകാരുണ്ടാക്കിയ നിർമ്മിതി അത് കാണുമ്പോഴുള്ള നമുക്കുള്ള സന്തോഷം. ഡച്ചുകാർ അങ്ങനെ ഇരിക്കവെയാണ് ഞാനിങ്ങനെ ഒന്ന് ആലോചിച്ചപ്പം ദാസേട്ടനെക്കുറിച്ച് ഞാൻ മുമ്പ് എപ്പോഴും നമ്മൾ ഈ ആരാധിക്കുന്ന വ്യക്തികൾ, ഇഷ്ടപ്പെടുന്ന വ്യക്തികളെക്കുറിച്ച് നമ്മൾ കുറിച്ച് ഏത് ലേഖനം കിട്ടിയാലും ശരി, ഒരു ഇൻ്റർവ്യൂ കിട്ടിയാലും ശരി, സശ്രദ്ധം വായിക്കുകയും വീക്ഷിക്കുകയും ചെയ്യും.
അങ്ങനെ ഇരുന്നപ്പോഴാണ് യേശുദാസിനെ കുറിച്ചൊരു അറിവ് എനിക്ക് കിട്ടിയത്. അദ്ദേഹം ആദ്യമായിട്ട് പാടാൻ പോയത് രാമൻ നമ്പ്യത്ത് എന്നൊരാൾ ഒരു സിനിമ എടുത്തിരുന്നു, കാൽപ്പാടുകൾ. ഈ കാൽപ്പാടുകൾ സിനിമ കെ.എസ്. ആൻ്റണി എന്നൊരു നാടക സംവിധായകൻ, അദ്ദേഹമാണ് അത് ആ സിനിമ സംവിധാനം ചെയ്തത്. അപ്പോൾ രാമൻ നമ്പ്യത്ത് എന്ന് പറഞ്ഞ ആൾ പാലക്കാട്ടുകാരനാണ്. ഞാൻ കണ്ടറിഞ്ഞുള്ള സിനിമ പാലക്കാട് പല സ്ഥലങ്ങളിൽ ലൊക്കേഷൻ നോക്കി നടന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗ്രാമ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു വെർജിനിറ്റി എന്ന് പറയില്ലേ, നല്ല മനോഹര പച്ചപ്പായിട്ട് കണ്ടറിഞ്ഞു ഞാൻ കണ്ടുപിടിച്ചത് പാലക്കാട് ഗ്രാമങ്ങളാണ്. ഒരു ഭാഗത്ത് മലനിരകൾ, പാടശേഖരങ്ങൾ. അപ്പോൾ അന്ന് ഞാനിങ്ങനെ അടിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ സിനിമ ആസ്വാദകരിൽ ആരോ പറഞ്ഞു, നമ്മുടെ യേശുദാസ് ആദ്യമായിട്ട് പാടിയത് ഇവിടുത്തെ ആൾ ഒരു പടം നിർമ്മിച്ചു, അത് രാമൻ നമ്പ്യത്ത് എന്നൊരാളാണ്, കാൽപ്പാടുകൾ എന്ന സിനിമയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അത് കേൾക്കാൻ ഒരു പുതിയ അനുഭൂതി. പിന്നീടാണ് ഞാനതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അത് വൈക്കം ചന്ദ്രൻ എന്നും കണ്ട ഒരു ഗായകൻ, ഈ കെ.എസ്. ആൻ്റണിയുടെ നാടകത്തിലൊക്കെ പാടുന്ന അതിപ്രശസ്തനായ ഒരു ഗായകൻ, അദ്ദേഹം ഒരിക്കൽ ഈ രാജൻ നമ്പ്യത്ത് എന്നുള്ള നിർമ്മാതാവിനോട് പറഞ്ഞു, അത് തൃശ്ശൂരിനടുത്തുള്ള പീച്ചിലിരുന്നിട്ടാണ് അതിൻ്റെ ഡിസ്കഷൻ കിടക്കുന്നത്. അതായത് കെ.എസ്. ആൻ്റണി സംവിധാനം ചെയ്യുന്നു ഈ കാൽപ്പാടുകൾ എന്ന നാടകം സിനിമയാക്കാനുള്ള. അപ്പോൾ കാൽപ്പാടുകൾ എന്ന നാടകത്തിൽ ഈ രാമൻ നമ്പ്യത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സിനിമയാക്കാനുള്ളൊരു തയ്യാറെടുപ്പിൽ കലാകാരനാണല്ലോ ഈ കെ.എസ്. ആൻ്റണി. അപ്പോൾ തിരക്കഥാ സംഭാഷണം രാമൻ നമ്പ്യത്തിന് എഴുതുകയാണ്. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, നിങ്ങൾ നാടകത്തിലുള്ള പ്രശസ്തനായിരിക്കാം, പക്ഷേ ഡയറക്ഷൻ വരുമ്പോഴത്തേക്ക് അത് നമുക്കൊരു പേരുള്ള ആൾ തന്നെ വേണം. മാത്രമല്ല ഞാനാണ് എഴുതുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു മനസ്സോടെ പറഞ്ഞു, താങ്കൾ തന്നെ എഴുതിക്കോളൂ, തിരക്കഥാ സംഭാഷണം സംവിധാനം ചെയ്തോളൂ, സന്തോഷം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വൈക്കം ചന്ദ്രൻ എന്നയാൾ പറഞ്ഞത്, രാമൻ നമ്പ്യത്ത് ഒരു നല്ല കല ആസ്വാദകനാണ്, അഭിനേതാവ് മാത്രമല്ല ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ്. അദ്ദേഹം പറഞ്ഞു, കൊച്ചിക്കാരനായ ഒരു പയ്യൻ അതിമനോഹരമായിട്ട് പാടും. ഞാൻ ആ പയ്യൻ്റെ പാട്ട് കേട്ടിട്ടുണ്ട്. ആ പയ്യൻ്റെ അച്ഛൻ അഗസ്റ്റൻ ജോസഫ്, അദ്ദേഹം സുന്ദരനാണ്, സുമുഖനാണ്, നാടകനടനാണ്, സംവിധായകനാണ്, എല്ലാമാണ്. നല്ലൊരു കലാപ്രതിഭയാണ് ഈ പയ്യൻ. പേര് യേശുദാസ് എന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കാൽപ്പാടുകൾ എന്ന സിനിമയിൽ നമ്പ്യത്ത് സാറെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ പയ്യന് ഒരു ചാൻസ് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഒരു പുതുമയുള്ള ഒരു ശബ്ദമായിരിക്കും. അപ്പോൾ അന്നവിടെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഉദയഭാനു ഒക്കെയാണ് പാടുന്നതൊക്കെ, എം രാജ, ഉദയഭാനു അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്പ്യത്ത് പറഞ്ഞ് ചെറിയൊരു കാര്യം ചെയ്യൂ, വരാൻ പറയൂ. കെ.എസ്. ആൻ്റണിയും പറഞ്ഞു, നമുക്ക് പരിശോധിക്കാം, കുഴപ്പമില്ല, പക്ഷേ മ്യൂസിക് ഡയറക്ടർ കേൾക്കണം പാട്ട്, നമ്മളത് മാത്രം കേട്ടാൽ പോരല്ലോ. അപ്പോൾ ആദ്യം നമുക്കൊന്ന് കേട്ട് നോക്കാം. അങ്ങനെ എന്നാൽ ഈ വൈക്കം ചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ ഗായകനായിട്ട് പോലും അദ്ദേഹത്തിനല്ല പാടണമെന്ന് ആവശ്യപ്പെട്ടത്, ഈ ഒരു പുതിയ പയ്യന് വേണ്ടിയിട്ടാണ്. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് നേരെ കൊച്ചിയിൽ നിന്ന് ഒരു ബസ് കയറി തൃശ്ശൂർ ഇറങ്ങി, തൃശ്ശൂരിൽ നിന്ന് അടുത്ത ബസ് കയറി അപ്പനും മോനും കൂടി, അതായത് അഗസ്റ്റൻ ജോസഫും പിന്നെ നമ്മുടെ ദാസേട്ടനും യേശുദാസും, അന്ന് പുള്ളിക്കാരൻ 21 വയസ്സോ മറ്റോ ആണ്. അവിടെ എത്തുന്നു. അപ്പോൾ എത്തിയപ്പോൾ അവിടെ MBS ഇല്ല, MP ശ്രീനിവാസൻ ഇല്ല, പുറത്തോടെ പോയിരിക്കുക. ഇവർ രണ്ടുപേരുണ്ടായിരുന്നു. അവരടുത്ത് കാര്യങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്ക് വൈക്കം ചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം പറഞ്ഞു. MBS വന്നു, MBSനെ പരിചയപ്പെടുത്തി. അദ്ദേഹം അന്ന് കാരണം ഈ പുതുമുഖങ്ങൾക്ക് ചാൻസ് കൊടുക്കാൻ വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല. കാരണം വെറുതെ സമയനഷ്ടം ഉണ്ടാകുന്നത്. വരുന്ന ഗായകരെല്ലാം ഒന്നുകിൽ മുഹമ്മദ് റാഫിയുടെ ശബ്ദത്തിൽ പാടുക, ഹിന്ദി പാട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉള്ള ഫേമസ് സിംഗേഴ്സിൻ്റെ ആ ശബ്ദം അനുകരിച്ച് പാടുക. അത് MBS പറഞ്ഞു, ഈ നമ്മൾ വെറുതെ സമയം മെനക്കെടുത്ത് മാത്രമേ ഉള്ളൂ, അവർക്ക് അവരുടേതായ ശബ്ദത്തിൽ അവരാരും പാടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പരീക്ഷണത്തിന് വേണോ എന്ന് പറഞ്ഞപ്പം നമ്മുടെ രാമൻ നമ്പ്യത്ത് നിർമ്മാതാവ് പറഞ്ഞു, വേണം, കാരണം എനിക്ക് ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തതാണ്, എന്തായാലും ശരി, ആ പയ്യനെ കൊണ്ട് നിങ്ങളൊന്ന് പാടിച്ച് നോക്ക്. അപ്പോൾ ശരി, നിർമ്മാതാവ് പറയുന്നില്ലേ, എൻ്റെ ആൻ്റണി നമ്മുടെ സംവിധായകനും പറഞ്ഞു, അങ്ങനെ അത് ചെയ്യാം. അങ്ങനെ ആ പയ്യനെ കൊണ്ട് പാട്ട് പാടിച്ചു. MBS പാട്ട് പാടിച്ചപ്പോഴത്തേക്കും അദ്ദേഹം ചോദിച്ചു, ഇത് മുഹമ്മദ് റാഫി പാടിയ പാട്ടല്ലേ ഇതെന്ന് ചോദിച്ചു. ഒരു ഹിന്ദി പാട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യേശുദാസ് പറഞ്ഞു, അല്ല, ഇത് മുകേഷ് പാടിയ പാട്ടാണ്. അപ്പോൾ MBS ഒന്ന് ചിരിച്ചു. കാരണം MBSന് നന്നായിട്ടറിയാതെ മുകേഷ് പാടിയ പാട്ടാണെന്ന്. ഈ ചെറുപ്പക്കാരൻ പാടിയ ശബ്ദം ശരിക്കും മുഹമ്മദ് റാഫിയുടെ ശബ്ദത്തിലാണ് പുള്ളി പാടിയത്. ആ ശബ്ദമാണ് അത്. പുള്ളി കടം കൊണ്ടതല്ല, അനുകരിച്ചതുമല്ല, അത്ര നല്ല മനോഹരമായ ശബ്ദം, ഇമ്പമാർന്ന ശബ്ദം.
MBS സത്യത്തിൽ അദ്ദേഹത്തിന് അത്ഭുതമായി എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നെ 1-2 സിനിമ പാട്ടുകൾ പാടിച്ചു. ശരി, സംഗീതം പഠിച്ചു എന്നല്ലേ പറയുന്നത്. ഒരു കീർത്തനം പാടാമോ എന്ന് ചോദിച്ചു. കീർത്തനം പാടിക്കഴിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞത്, അപ്പോൾ യേശുദാസിൻ്റെ പിതാവ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടി കാതോർത്തിരിക്കുകയാണ്. യേശുദാസിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഭാഗ്യം പിറന്ന ഒരു മകൻ്റെ പിതാവാണ്. എൻ്റെ മകന് ഇത്രയും പാടാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയി. തീർച്ചയായിട്ടും നിങ്ങളുടെ സമ്പത്താണ്, നിങ്ങളുടെ മുതൽക്കൂട്ടാണ് നിങ്ങളുടെ പുത്രൻ. അത് കേട്ട് അദ്ദേഹം പിതാവിന് കോരിത്തരിച്ചു പോയി. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അങ്ങനെ അനുഭവം ഉണ്ടാവുന്നില്ലേ? ആ മനുഷ്യൻ ആണ് നമ്മുടെ ഇന്നത്തെ എല്ലാവർക്കും സ്വീകാര്യനായ, അതിന് മറിച്ചൊരു ശബ്ദത്തെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എത്രയോ ശബ്ദങ്ങൾ വന്നുപോയി, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും ദാസേട്ടൻ്റെ ആ ശബ്ദം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ മുതൽക്കൂട്ടല്ലേ, അവിടെ അഭിമാനമല്ലേ, അഹങ്കാരമല്ലേ. അതുകൊണ്ടാണ് ഞാൻ യേശുദാസ് എന്നുള്ള ആ വ്യക്തിയെക്കുറിച്ച് ഇപ്രാവശ്യത്തെ എൻ്റെ എപ്പിസോഡാകാമെന്ന് കരുതിയത്. അദ്ദേഹം വന്ന കാലത്ത് അന്ന് നമ്മുടെ സിനിമയിൽ കാമുകര പുരുഷോത്തമൻ അദ്ദേഹം പാടിക്കൊണ്ടിരുന്ന സമയമാണ്. പിന്നെ നമുക്ക് AM രാജ, പിന്നെ മറ്റുള്ള ഗായകരൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഉദയഭാനു. ആ സമയത്താണ് ദാസേട്ടൻ്റെ വരവ്. 1961 നവംബർ 14 ഞാൻ ആദ്യം ഈ ഡേറ്റ് പറയാൻ കാരണം, അദ്ദേഹം ആദ്യമായിട്ട് കാൽപ്പാടുകൾ എന്ന സിനിമയ്ക്ക് വേണ്ടി മദ്രാസിൽ ഭരണി സ്റ്റുഡിയോയിലാണ് ഇത് റെക്കോർഡിങ് നടന്നത്. അത് അദ്ദേഹത്തിന് വെച്ചിരുന്ന പാട്ടല്ല യഥാർത്ഥത്തിൽ അന്ന് പാടാൻ കഴിഞ്ഞത്. ഈ പാട്ട് പാടാൻ വേണ്ടിയിട്ട് മദ്രാസിൽ വരുത്തുകയും മദ്രാസിൽ വരുന്ന സമയത്ത് റെക്കോർഡിങ് നടക്കാതെ പോവുകയും പുള്ളിക്കാരൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം വിളിച്ചപ്പോൾ ടൈഫോയിഡ്. എങ്കിലും രാം നമ്പ്യത്ത് പറഞ്ഞു, കുഴപ്പമില്ല, വരൂ, നമുക്കൊന്ന് ശ്രമിക്കാം. അപ്പം ദാസേട്ടന് തീർച്ചയായിട്ടും അന്നത് വിശ്വാസമില്ല, കാരണം അത്ര തീരെ വയ്യായിരുന്നു. എങ്കിലും അന്ന് ഭരണി സ്റ്റുഡിയോയിൽ റെക്കോർഡിസ്റ്റ് കോടീശ്വര റാവു എന്ന് പറഞ്ഞ സൗണ്ട് റെക്കോർഡിസ്റ്റാണ്. ഈ കോടീശ്വര റാവു സാറാണ് നമുക്ക് മദനോത്സവത്തിൽ ഞാൻ വർക്ക് ചെയ്ത അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള പടത്തിൽ റെക്കോർഡിസ്റ്റ്. കോടീശ്വര റാവു ഭയങ്കര ഫേമസ് ആണ്. അതിലുള്ള പാട്ടുകളെല്ലാം കോടീശ്വര റാവു എന്ന് പറഞ്ഞ ആൾ അന്ന് പറഞ്ഞതാണ്. അപ്പോൾ പാടാൻ വെച്ചിരുന്ന പാട്ടിന് പകരം കാൽപ്പാടുകളിൽ അദ്ദേഹത്തിന് കൊടുത്തത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണെന്നുള്ള ആ 4 വരി പാട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണ്. അത് അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ അത് ഇപ്പോഴും അത് ഈ യേശുദാസ് എവിടെ പാടിയാലും ആദ്യം ഈ 4 വരിയാണ് പാടുന്നത്. അങ്ങനെ ആ 4 വരി പാട്ട് പാടി കേൾക്കുന്നതിന് മുമ്പായിട്ട് റിഹേഴ്സലാണ് യേശുദാസ്. അന്ന് വോയിസ് റൂം വേറെയാണ്, ഓർക്കസ്ട്ര വേറെയാണ്, കൺസോൾ റൂം വേറെയാണ്. അങ്ങനെ വ്യത്യാസമാണ്. ഇപ്പോൾ പല രീതിയിൽ മാറി. അതിനെക്കുറിച്ച് ഞാൻ പോകുന്നില്ല, അത് നമുക്ക് പറയേണ്ട കാര്യമല്ലല്ലോ. അങ്ങനെ 2 റിഹേഴ്സൽ കഴിഞ്ഞു. എന്നിട്ട് യേശുദാസിനോട് പറഞ്ഞു, അപ്പോൾ യേശു, നമുക്ക് ഒരു ഫൈനൽ റിഹേഴ്സലോട് നോക്കാം, എന്നിട്ട് നമുക്ക് ടേക്കിലേക്ക് പോകാം. ടേക്കിലേക്ക് വെച്ചാൽ നമുക്ക് എടുക്കാം. ഒരു ഫൈനൽ റിഹേഴ്സൽ പാടാൻ പറഞ്ഞു. ഫൈനൽ റിഹേഴ്സലിൽ പുള്ളിക്കാരൻ പാടിക്കഴിഞ്ഞ ശേഷം പുള്ളിക്കാരൻ യേശുദാസ് പാടാൻ റെഡിയായിട്ടുന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം ഇവിടുന്ന് എഞ്ചിനീയർ റൂമിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, താങ്കൾ ആ വോയിസ് റൂമിൽ നിന്ന് പുറത്തേക്ക് വരൂ എന്ന് പറഞ്ഞു. യേശുദാസ് പരിഭ്രമിച്ചു. കാരണം ഫൈനൽ റിഹേഴ്സൽ ശരിയായില്ലേ എന്തോ. പുള്ളിക്കാരൻ വളരെ വിഷമത്തോടെ പുറത്തേക്ക് വന്നപ്പോൾ എല്ലാവരും നിശ്ചലമായിട്ടിരിക്കുകയാണ് അവിടെ എന്താണെന്നുള്ളത്. കൺസോളിൽ കോടീശ്വര റാവു ഈ പാട്ട് പ്ലേ ചെയ്യപ്പെടുന്ന നല്ല ഖരഗംഭീരമായ നല്ല ശബ്ദം കേട്ട് യേശുദാസ് കേട്ടുകൊണ്ടിരുന്നിട്ട് പറയുകയാണ്. കേട്ടുനിൽക്കുമ്പോഴത്തേക്ക് ദാസേട്ട അല്ല ശ്രീനിവാസൻ, MP ശ്രീനിവാസൻ, മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം പറയുകയാണ്, ടേക്ക് എടുത്തു കഴിഞ്ഞു, മനോഹരമായിരിക്കുന്നു. ഞാൻ ഫൈനൽ റിഹേഴ്സൽ എന്ന് പറയാൻ കാരണം സംഭ്രമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് പറഞ്ഞത്. കാരണം ആദ്യമായിട്ട് പാടുമ്പോൾ ചിലപ്പോൾ ശരിയാവുമോ ഇല്ലേ എന്നൊരു സംഭ്രമം ഉണ്ടാകാമല്ലോ, അത് ഉണ്ടാകാതിരിക്കാനാണ് ഇത് ഞാനിങ്ങനെ പറയാതിരുന്നത്. മനപ്പുറം ഇത് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് MBS കോടീശ്വര റാവുവിനോട് ചോദിച്ചു, എഞ്ചിനീയറോട് ചോദിച്ചു, സാർ നമ്മുടെ ഈ വോയിസ് എങ്ങനെയുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒന്ന് പറഞ്ഞു, 10 വർഷം കഴിഞ്ഞ് ഞാൻ പറയാം. 10 വർഷം കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞപ്പം MBSന് മുഖത്ത് എന്തോ ഒരാച്ച, എന്താ ഇത് 10 വർഷം കഴിഞ്ഞ് പറയാമെന്ന്. അപ്പോൾ കോടീശ്വര റാവു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, 10 വർഷം വരെ ഇനി വേറെ ശബ്ദം മലയാള സിനിമയ്ക്ക് നോക്കണ്ട. ഇത് നമുക്ക് എന്നും മുതൽക്കൂട്ടാണ്. സ്വർണ്ണ തങ്ക ലിപികളിൽ എഴുതി വെക്കേണ്ട ശബ്ദമാണിത്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കാൻ. അതാണ് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ ശബ്ദം. പിന്നീട് അങ്ങോട്ടുള്ള കഥകൾ
അനുഭവങ്ങൾ എല്ലാം എത്ര നമ്മൾ പറഞ്ഞറിയിക്കാനിരിക്കുന്നു. അദ്ദേഹം എത്ര മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ നമ്മുടെ കുളത്തൂപ്പുഴ രവി എന്ന് പറഞ്ഞ ആളിൻ്റെ അതായത് രവീന്ദ്രൻ ഞാൻ അഞ്ചലിനടുത്താണ് കുളത്തൂപ്പുഴ. രവീന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ദാസേട്ടൻ യേശുദാസിന് വേണ്ടി സംഗീതം ഒരുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ജനിച്ചത് എന്ന് വരെ തോന്നിപ്പോകുന്നു എന്നാണ് ഒരു സമയത്ത് രവീന്ദ്രൻ പറഞ്ഞത്. അദ്ദേഹം എത്ര മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ കെ വി മഹാദേവൻ, ദേവരായ മാസ്റ്റർ, അർജുനൻ മാസ്റ്റർ, ആ കാലത്തുള്ള എത്ര മാസ്റ്റർമാരുടെ സലി ചൗധരി, പിന്നീട് നമ്മൾ ഇനി പറഞ്ഞ ഇപ്പോഴത്തെ ഈ അടുത്ത കാലത്തുള്ള ഓരോ എണ്ണത്തീരില്ല അത്ര ജോൺസൺ മാസ്റ്ററൊക്കെ ഉണ്ടല്ലോ, കീരവാണി സാറ്, ഇങ്ങനെ ഒത്തിരി. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ജയചന്ദ്രൻ, പിന്നെ ഗോപിസുന്ദർ, ജിതിൻ ശ്യാം, പിന്നെ പേരുകൾ എനിക്ക് തന്നെ ഇപ്പോൾ കുറേ അധികം പറയാനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ എന്ന് പറയുന്നത് ഒന്നിനൊന്നും മെച്ചപ്പെട്ടതല്ലേ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇന്ന് എവിടെ പോയാലും ഇപ്പോൾ ശബരിമല സീസണാണ്. ഓരോ അമ്പലങ്ങളിൽ പോകുമ്പോഴും ശരി, വീഥികളിൽ പോകുമ്പോഴും ശരി, രാവിലെ തന്നെ നമ്മൾ കേൾക്കുമ്പോൾ നല്ലൊരു അന്തരീക്ഷത്തിലൂടെ നമ്മൾ ഗ്രാമാന്തരീക്ഷത്തിൽ നടന്നു പോകുമ്പോഴും അതിൽ നിന്ന് ഒഴുകി വരുന്നത് ദാസേട്ടൻ്റെ ശബ്ദം, ഇത്ര മനോഹരമായ ശബ്ദം. 61 പാട്ടിന് ശേഷം പിന്നെ തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് പാട്ടുകൾ കിട്ടിയെങ്കിൽ 62 കണ്ണും കരളും, പിന്നെ തുടർച്ച അങ്ങോട്ട് പറഞ്ഞാൽ തീരാത്ത രീതിയിൽ ഉണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയാമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അന്ന് സാമ്പത്തികമായിട്ട് ഒരു നല്ല നിലയിലായിരുന്നില്ല. ഈ സമയത്തായിരുന്നു ഈ പീച്ചിയിൽ നമ്മുടെ കാൽപ്പാടുകളിൽ അദ്ദേഹത്തെ കാണാൻ രാമൻ നമ്പ്യത്ത് നിർമ്മാതാവിനെ കാണാൻ പോയ കഥ പറഞ്ഞല്ലോ ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന ശേഷം പുള്ളിക്കാരന് ഫാദറിന് നല്ല സുഖമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പുള്ളിക്കാരന് കുറേ നാളത്തേക്ക് ശേഷം ഈ കെ.എസ്. ആൻ്റണിയുടെ ഈ പടം നടന്നില്ല. ഏതാണ്ട് 1 വർഷമോ മറ്റോ നടന്നില്ല. അങ്ങനെ ആ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു. അദ്ദേഹത്തിന് അച്ഛന് സുഖമില്ലാതായി, വരുമാനമില്ല, പടത്തിൽ പാടാൻ അവസരം കിട്ടുന്നുള്ളത് അത് പ്രതീക്ഷയൊക്കെ അംഗീകരിക്കുമ്പോഴാണ് മദ്രാസിൽ നിന്ന് കോൾ വരുന്നത്, ഒരു ടെലഗ്രാം വരുന്നത്, മദ്രാസിൽ പാടാനായിട്ട് വരണമെന്നും ഇദ്ദേഹം പോകുന്നതും. അങ്ങനെ പോകുമ്പോൾ അന്ന് വരുമാനമൊക്കെ തുച്ഛമായ വരുമാനമല്ലേ. പിന്നെ വളരെ ബുദ്ധിമുട്ട്. അദ്ദേഹത്തിന് ബന്ധുവുണ്ട് അവിടെ മൈലാപ്പൂരിൽ, അവിടെയാണ് താമസം. എങ്കിലും പുള്ളിക്കാരന് ഈ അഭിമാനം വിട്ട് കളിച്ചുള്ള പരിപാടിയൊന്നുമില്ല. ഇദ്ദേഹത്തിന് ഒരു സുഹൃത്താണ് എറണാകുളത്ത് നിന്ന് അന്ന് കൊച്ചിയിൽ നിന്ന് ട്രെയിനിൽ കയറ്റി വിടാൻ പോലും പുള്ളിക്കാരൻ്റെ പൈസ ഇല്ലായിരുന്നു. അമ്മ എല്ലാം കൂടെ ചുരുക്കൂട്ടി 4 രൂപ മറ്റേ അദ്ദേഹത്തിന് കൊടുക്കാണ്ടായിരുന്നു. ട്രെയിൻ ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഇല്ലായിരുന്നു. ഇതൊക്കെ ദാസേട്ടൻ പറഞ്ഞുള്ള അറിവാണല്ല, ഞാൻ കൈ നീട്ട് പറയുന്നതൊന്നുമല്ല കേട്ടോ. അങ്ങനെ ഇരിക്കേണ്ട ഒരു കൂട്ടുകാരൻ, മത്തായി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ ദാസേട്ടനെ കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ വിടാൻ നേരത്ത് ദാസേട്ടൻ ഒരു മ്ലാനമുഖമായിരിക്കുമ്പോഴത്തേക്ക് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പോലും, ഞാൻ കള്ള ട്രെയിനിൽ കയറി പോകാൻ എൻ്റെ പൈസയൊന്നുമില്ല, അമ്മ അന്ന് 4 രൂപ എൻ്റെ ഉള്ളൂ. എന്നാൽ നീ ഇത്രയും എന്നെ ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നല്ലോ, എന്നെ എന്തിനാണ് വെറുതെ വണ്ടിയിൽ ഇവിടം വരെ എത്തിച്ചത്, നേരത്തെ പറയണ്ടേ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തിരിച്ചു ഇദ്ദേഹത്തെ കൊണ്ട് തോപ്പമ്പടി പോയിട്ട് ഒരു വർക്ക്ഷോപ്പിൽ ഇദ്ദേഹത്തിന് ഒരു പരിചയക്കാരനടുത്ത് 100 രൂപ മറ്റോ കടം മേടിച്ചു. അല്ല 30 രൂപ മേടിച്ചു പുള്ളിക്ക് കൊടുത്തു. അത് കാരണം ഈ ദാസേട്ടൻ ഇന്ന് ഇത്രയും കോടീശ്വരനായിട്ട് പോലും അന്ന് ആ സുഹൃത്ത് കൊടുത്ത ആ പൈസ പിന്നെ എല്ലാം കൂടെ തട്ടിക്കൂട്ടി 58 രൂപ മറ്റോ കൊടുത്തു എന്നാണ് പറയണേ. ഈ 58 രൂപയുടെ കടക്കാരനാണ് ഞാൻ ഇപ്പോഴും എൻ്റെ കൂട്ടുകാരനെന്ന് അഭിമാനപൂർവ്വം പുള്ളി പറയുകയാണ്. എന്ന് വെച്ചാൽ അന്നത്തെ ആ 58 രൂപയുടെ വില, ദാസേട്ടൻ്റെ മനസ്സ് ഇപ്പോഴും ആ കൂട്ടുകാരനിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിനാണ് അദ്ദേഹം ഇത്രയൊക്കെ പറഞ്ഞത്. അങ്ങനെ പിന്നെ അതിനുശേഷം പല സിനിമകളിൽ പാടിയെങ്കിലും നല്ല വരുമാനം വന്നു തുടങ്ങിയിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടവരെന്ന് പറയുന്നത്. പുള്ളിക്കാരൻ്റെ 10 പൈസയില്ല. അത് അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പൈസയില്ല. ഞാൻ ഓടിച്ചെന്ന് ഭാസ്കരൻ സാറിൻ്റെ അടുത്താണ്. അന്നൊരു 800 രൂപ, അത് കണക്കിലില്ല, അപ്പോഴത്തന്നെ 800 1000ൻ്റെ അകത്ത്. അന്ന് 800 രൂപ എന്ന് പറഞ്ഞാൽ അത് വലിയ ഇതാണ്. അഗസ്റ്റിൻ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ശവമായി കഴിഞ്ഞാൽ പിന്നെ ശവമാണ്. അദ്ദേഹത്തിൻ്റെ ശവത്തിൻ്റെ വില 600 രൂപയെ താഴ്ത്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയത് അപ്പോഴാണ്. കേട്ടല്ലോ, അന്ന് ഭാസ്കരൻ മാസ്റ്റർ കൊടുത്ത 800 രൂപ വിലമതിക്കാനാവാത്ത ഒരു നിധിയായിട്ടാണ് പുള്ളി പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണത്തിൽ പങ്കെടുക്കാൻ നാട്ടിലേക്ക് പോയി. ഇനി നമ്മുടെ ശ്രീനിവാസൻ പറയുന്നത് കേൾക്കാം. അതായത് ശ്രീനിവാസൻ പറയുന്നൊരു ഫലിത രൂപയാണല്ലോ എല്ലാം പുള്ളി പറയുന്നത്. കുറിക്ക് കൊള്ളുന്ന രീതിയിലായിരിക്കും പുള്ളി പറയുന്നതും. കൊള്ളേണ്ടടുത്ത് കൊള്ളും, കിട്ടേണ്ടടുത്ത് കിട്ടും, നല്ല നർമ്മത്തിൽ പൊതിഞ്ഞ രീതിയിലാണ് പുള്ളിക്കാരൻ്റെ ഒരു അവതരണം. അത് ദാസേട്ടനെ പറ്റി പുള്ളി പറഞ്ഞ വാചകമാണ്. ഇപ്പം നിങ്ങൾ തന്നെ കേട്ടു നോക്കൂ. കോടിക്കണക്കിനുള്ള ആരാധകരെ പോലെ ഞാനും ശ്രീ യേശുദാസിൻ്റെ ഒരു ആരാധകൻ തന്നെയാണ്. അദ്ദേഹം
മലയാള സിനിമാ ഗാനങ്ങൾ പോപ്പുലറാക്കുന്നതിലും ഈ ലോകമെങ്ങും ഗാനമേളകൾ ജനങ്ങൾക്കൊരു ശീലമാക്കുന്നതിലും വഹിച്ച പങ്ക് ചില്ലറയൊന്നുമല്ല. ആലാപനത്തിലൂടെ അദ്ദേഹം ജനങ്ങളെ കോരിത്തെരിപ്പിച്ചു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദാസേട്ടൻ ഒരുപാട് പേരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. എങ്ങനെ വഴിതെറ്റിച്ചു? നമ്മൾ ആരാധിക്കുന്നവരെ നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുമല്ലോ. എത്രയോ ചെറുപ്പക്കാർ ദാസേട്ടനെ പോലെ വെള്ളയും വസ്ത്രങ്ങൾ ധരിക്കുക, താടി വളർത്തുക, ദാസേട്ടൻ നടക്കുന്നത് പോലെ നടക്കാൻ ശ്രമിക്കുക, സംസാരിക്കാൻ ശ്രമിക്കുക, അതേ ശബ്ദത്തിൽ പാടാൻ ശ്രമിക്കുക. ഞാൻ തന്നെ എത്രയോ തവണ ദാസേട്ടനെ പോലെ പാടാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ, അതുവരെയൊക്കെ ഓക്കെ. അതിന് ശേഷമുണ്ട് അലങ്കാര ദീപങ്ങൾ ആർത്തു ചിരിച്ചു, അങ്ങോട്ട് പൊങ്ങേയില്ല, എത്ര ശ്രമിച്ചാലും പൊങ്ങൂല. വേഷത്തിലും നടപ്പിലും ഇരിപ്പിലും പാട്ടുപാടലിലും ഒക്കെ അടിമുടി ദാസേട്ടനെ അനുകരിച്ചിരുന്ന ഒരു ഛോട്ടാ ഗായകൻ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. അയാളിങ്ങനെ ദാസേട്ടനെ അനുകരിച്ച് ഒരു ഘട്ടത്തിൽ അയാൾക്ക് തോന്നി, ഞാൻ തന്നെയല്ലേ ദാസേട്ടനെന്ന്. അയാളൊരു ദിവസം അയാളുടെ വീട്ടിൽ ചെന്ന് അയാളുടെ ഭാര്യയെ ദാസേട്ടൻ്റെ ഭാര്യയുടെ പേര് വിളിച്ചു. പ്രഭേ, ചേട്ടന് വിശക്കുന്നു, ഊണെടുത്ത് വെക്കിയെന്ന്. അയാളുടെ ഭാര്യയുടെ പേര് വിശാലാക്ഷി എന്നാണ്. തൻ്റെ മുഖത്ത് നോക്കി സ്വന്തം ഭർത്താവ് വേറൊരു സ്ത്രീയുടെ പേര് വിളിച്ചപ്പോൾ ഈ വിശാലാക്ഷിക്ക് തോന്നി ഭർത്താവിന് വേറെ ഏതോ പ്രഭ എന്ന് പറയുന്ന ഒരു സ്ത്രീയായിട്ട് എന്തോ ലവ് അഫെയറോ മറ്റോ ഉണ്ടെന്ന്. അത് വൻ പ്രശ്നമായി. ഈ പ്രാന്തന്മാരെ പറ്റി ദാസേട്ടൻ വല്ലതും അറിയുന്നുണ്ടോ? അക്രമല്ലേ ഇത്? എങ്ങനെയുണ്ട്? യേശുദാസ് ദാസേട്ടൻ ഒരുപാട് പേരെ വഴിതെറ്റിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ എന്താ തോന്നുക? ഇല്ലേ? അതാണ് ശ്രീനിവാസൻ. ദാസേട്ടനെക്കുറിച്ച് പറഞ്ഞാലും തീരില്ല. അതാണ് നമ്മുടെ ദാസേട്ടൻ. ഇനി ഞാൻ വീണ്ടും ആദ്യം പറയാതിരുന്നത്, എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ആവശ്യമാണ്. നിങ്ങൾ ലൈക്ക് ചെയ്താലാണ് എനിക്കൊരു പ്രചോദനം. ആദ്യമേ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടാവാമെന്ന് കരുതിയാലോ എന്ന് കരുതിയാണ് എനിക്ക് ലൈക്ക് ചെയ്യണേ എന്ന് ഞാൻ പറയാത്തത്. തീർച്ചയായിട്ടും ഇതിൽ ലൈക്ക് ചെയ്യും എന്ന് കരുതുന്നു. തുടർന്നും ഞാൻ പറഞ്ഞില്ലെങ്കിലും എൻ്റെ എപ്പിസോഡുകൾക്ക് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഷൂട്ടിങ്ങിനോട്ട് പോകുന്നതിന് മുമ്പായിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ആഴ്ചതോറും ഒന്നുള്ളത് ചിലപ്പോൾ 2 ആഴ്ച ഒരിക്കലാവും. ഇപ്പോൾ തന്നെ ഒരു 2 ആഴ്ച ആയി. മുമ്പ് ഞാൻ ആഴ്ച ഓരോ തന്നുകൊണ്ടിരുന്നതായിരുന്നു. ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഴ്ചയിൽ 1 or 2 ഷൂട്ടിംഗ് അനുഭവങ്ങൾ തന്നുകൊണ്ടേയിരിക്കാം. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ദാസേട്ടൻ നമ്മുടെ അമൂല്യ സമ്പത്ത് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.